അകാല നര, അതിൽ സിദ്ധയിൽ എന്തൊക്കെ പരിഹാരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അകാല നര എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പിത്തം, അതായത് ബോഡിയിൽ ഇൻറ്റേർണൽ ഹീറ്റ് കൂടുന്നത് കാരണമാണ് അകാല നര അല്ലെങ്കിൽ പ്രിമച്വർ ഗ്രേയിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഇൻറ്റേർണൽ ഹീറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുക, നമ്മളെ ബോഡിയെ കൂളാക്കുന്ന രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതനുസരിച്ചിട്ട് നമുക്കതൊരു പാത്വേയിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മളെ ബോഡി ഒന്ന് കൂളാക്കാനായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ട് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം, പ്രാണായാമം അതുപോലെ കപാലഭാതിയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മളെ ബോഡിയിലുള്ള ഇൻറ്റേർണൽ ഹീറ്റ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ ചന്ദനാസവം, അതായത് ചന്ദനാസവം അത് ഇൻറ്റേർണൽ മെഡിസിൻസ് ആണ്. നമ്മളത് സജസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നമ്മൾ മെഡിസിൻ എടുക്കുകയെന്ന് ഞാൻ പറയും. പിന്നെ ജസ്റ്റ് ഒരു ഇൻറ്റേർണൽ ഹീറ്റ് കുറയ്ക്കാനായിട്ട് ചന്ദനാസവം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മളെ ബോഡിയിൽ അല്ലെങ്കിൽ ഹെയറിൽ നമ്മൾ ചന്ദനം വെച്ചിട്ടുള്ള ഡിക്കോക്ഷൻസ് വെച്ചിട്ട് നമ്മൾ സ്കാൽപ്പ് ഒന്ന് വാഷ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മളെ ബോഡിയിൽ ഈ പ്രിമച്വർ ഗ്രേയിങ് എന്നുള്ളൊരു ഫാക്ടർ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മൈലാഞ്ചിയും നീലാമരിയും നമുക്ക് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിലെ ഗ്രേയിങ് ഒന്ന് കുറഞ്ഞു. പക്ഷേ ഇത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ ഇത് നമുക്ക് അത് മീൻസ് മാറി കാണുന്നത് കുറവാണ്. പക്ഷേ അല്ലാണ്ട് എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സോ ഒക്കെ കാരണം, ഹോർമോൺ ഇംബാലൻസോ കാരണം ഉണ്ടാവുന്ന ആൾക്കാരിൽ ഇത് നല്ല വ്യത്യാസം കാണുന്നുണ്ട്.